ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ 2ാമത്തെ ചാപ്റ്ററാണ്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ദഹനവും പോഷക സംവഹനവും. ഇത് നിങ്ങൾ ഈ ചാപ്റ്റർ കാണുന്നതിന് മുമ്പായിട്ട് 7ാം ക്ലാസ്സിലെ മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് ആ രണ്ടും കണ്ടിട്ട് വേണം ഈ ചാപ്റ്ററിലോട്ട് എത്താനായിട്ട്. കാര്യം എന്താണ്, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിൽ പറയുന്ന പല കാര്യങ്ങളുടെയും ബാക്കി ഭാഗം എന്ന നിലയ്ക്കാണ് നമ്മൾ 9ാം ക്ലാസ്സിൽ ഈ ചാപ്റ്റർ വരുന്നത്. അപ്പൊ അങ്ങനെ വേണം ക്ലാസ്സുകൾ കണ്ടുവരാനായിട്ട്. ഓക്കെ, അപ്പൊ എന്താണ് ചാപ്റ്ററിന്റെ പേര്? ദഹനവും പോഷക സംവഹനവുമാണ്. നമ്മളപ്പോ അവിടെ പറയുന്നുണ്ട് ദഹനം നടക്കുന്നത് എങ്ങനെയാണെന്നും അതിന്റെ ആ ഒരു റൂട്ട് മാപ്പ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? ദഹന വ്യവസ്ഥയെ പറ്റി പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ എന്താണ് ദഹനം എന്താണെന്ന് പഠിക്കണം. ആഗിരണം, വില്ലസിന്റെ ഘടന, രക്തത്തിന്റെ ഘടന, ഹൃദയങ്ങളുടെ ആരോഗ്യം, അവസാനം എന്താണ് സസ്യങ്ങളിലെ സംവഹനം. ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം, കണ്ടന്റിലോട്ട് പോകാം. ആദ്യം തന്നെ പറയുന്നത് എന്താണ്? സമീകൃത ആഹാരം എന്നാണ് പറയുന്നത്. എന്താണ് സമീകൃത ആഹാരം അല്ലേ? അതായത് നാരുകൾ, ജലം എന്നിവയ്ക്ക് പുറമെ എന്തൊക്കെ വേണം നമ്മുടെ ശരീരത്തിലെ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വൈറ്റമിൻ എന്നീ പോഷക ഘടകങ്ങൾ നിർബന്ധമായും നമ്മുടെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യണം? അടങ്ങിയിരിക്കണം. ഇപ്പറയുന്ന എല്ലാ പോഷക ഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണത്തെ പറയുന്ന പേരാണ് എന്താ? സമീകൃത ആഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സമീകൃത ആഹാരം? നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ വേണം? നാരുകൾ വേണം, ജലം വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, കൊഴുപ്പ്, ധാതുക്കൾ, വൈറ്റമിൻ, എല്ലാത്തിനും അതിൻ്റെതായ എഫക്ട്സ് നമ്മുടെ ശരീരത്തിനുണ്ട്. അപ്പൊ ഇവയെല്ലാം അടങ്ങിയിരിക്കുന്ന ആ ഒരു ആഹാരത്തെ പറയുന്ന പേരാണ് എന്ത്? സമീകൃത ആഹാരം. ഇനി നെക്സ്റ്റ് ഒരു കണ്ടന്റ് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ഫുഡ് പ്ലേറ്റ്? ഒരു പുതിയൊരു അല്ലേ? ഫുഡ് പ്ലേറ്റ് എന്താണ്? ഒരു പ്ലേറ്റിന്റെ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും, കാൽഭാഗം ധാന്യങ്ങളും, കാൽഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും, ഒരു ഗ്ലാസ് പാലോ പാലുൽപ്പന്നങ്ങളോ അടങ്ങിയതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്തൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് വേണ്ടോ അല്ലെ? നമുക്കറിയാം, ഒരു വളർച്ചാ ഘട്ടത്തിലുള്ളവർക്ക് എന്താണ്? സമീകൃത ആഹാരം കഴിക്കണം. പച്ചക്കറികൾ വേണം, ധാന്യങ്ങൾ വേണം, പാല് വേണം. അതേപോലെ ഇവയെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് എന്താണ്? ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്? പകുതി ഭാഗം എന്തായിരിക്കണം? നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണ ഒരു പറ ചോറെടുക്കും, അതിന്റെ സൈഡിൽ ഒരു ഇച്ചിരി പച്ചക്കറി എന്തെങ്കിലും വെക്കും, ഒരു കുന്ന് ചിക്കന്റെ ചാറ എന്തെങ്കിലുമൊക്കെ അങ്ങ് ഒഴിച്ചങ്ങ് ചോറുണ്ണും. പക്ഷെ അങ്ങനെയല്ല ശരിക്കും ഭക്ഷണം കഴിക്കേണ്ടത്. എന്താ പറയുന്നത്? പകുതി ഭാഗം എന്തായിരിക്കണം? പഴങ്ങളും പച്ചക്കറികളായിരിക്കണം. കാൽഭാഗമാണ് ധാന്യങ്ങൾ വേണ്ടത്, പിന്നെ കാൽഭാഗം പ്രോട്ടീൻ വേണം. ഇങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് എന്താ? ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫുഡ് പ്ലേറ്റ് എന്താണെന്ന് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവണം. നെക്സ്റ്റ് ആണ് നമ്മൾ പറയുകയാണ്. അപ്പൊ അടുത്ത ആൾക്കാരിലേക്ക് വരുവാണ്. അമീബയും അതേപോലെ ഹൈഡ്രയും. ഇവിടെ പഠിക്കേണ്ടത്, നമുക്കറിയാം ഇവരൊക്കെ എന്താണ്? അമീബ എന്ന് പറയുന്ന ഒരു ഏകകോശ ജീവിയാണെന്നറിയാം. ഇവർക്കൊക്കെ നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ആഹാരത്തെ ഇവർക്ക് എന്ത് ചെയ്യണം? നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഭക്ഷണം എടുത്ത് നമ്മുടെ വായിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഉള്ളിലേക്ക് കഴിക്കുന്നു. അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അന്നനാളം വഴിയോ അങ്ങനെ ഓരോ പ്രോസസ്സ് നമുക്ക് പഠിക്കുന്നുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യും? ചെറുകുടലിൽ പോകുന്നു, വൻകുടലിൽ പോകുന്നു, അവസാനം എന്ത് വിസർജനം സംഭവിക്കുന്നു. അതേപോലെ അമീബയിൽ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അമീബയിൽ നമ്മൾ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്? അതിന് പറയുന്ന പേരാണ് എന്ത്? കപടപാദം. കപടപാദം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് നമ്മളെ വായിലൂടെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറുന്നു. പക്ഷെ അമീബ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഏകകോശ ജീവിയാണ്. ഏകകോശ ജീവി ആയതുകൊണ്ട് തന്നെ അമീബയിൽ എന്തുണ്ട്? കപടപാദം. അതായത് ഈ പറയുന്ന അമീബ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇവിടെ എവിടെയെങ്കിലും എന്താണ്? ഒരു ഫുഡ് വന്ന് അത് സ്പോട്ട് ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആ ഫുഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അമീബ ഈ പറയുന്ന അതിൻ്റെ ശരീരത്തെ ഒരു കപടപാദം പോലെ ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യും? ഇതിങ്ങനെ വന്നങ്ങ് ക്ലോസ് ചെയ്യും. കണ്ട, ആഹാരം എന്താകും? ഫുഡ് വാക്യൂളിനുള്ളിലോട്ടാകും. എൻസൈമുകൾ ആഹാരത്തെ ദഹിപ്പിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? കോശാന്തരിക ദഹനം. അതേപോലെ തന്നെ കോശബാഹ്യ ദഹനം. ഈ 2 വേർഡ് ഒന്ന് പഠിച്ചു വെക്കുക. കോശാന്തരിക ദഹനവും കോശബാഹ്യ ദഹനവും. അതായത് നമുക്ക് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, കോശാന്തരിക ദഹനം എന്ന് പറഞ്ഞാൽ അതായത് ഇന്റർ സെല്ലുലാർ എന്ന് പറയും. അതായത് ശരീരത്തിന്റെ ഉള്ളിലാണ്. ഇൻട്രാ സെല്ലുലാറും അതേപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാറും
ഒറ്റ കോശമേ ഉള്ളൂ. അപ്പം നമ്മൾ സാധാരണ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഡയറക്റ്റ് കോശങ്ങളിലേക്കല്ല കൊടുക്കുന്നത്. എന്താണ് ചെയ്യുന്നത്? അത് ഓരോരോ പ്രോസസ്സായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വായിലൂടെ, അന്നനാളത്തിലൂടെ, ആമാശയത്തിലെത്തുന്നുണ്ട്, ചെറുകുടലിലെത്തുന്നുണ്ട്. ആ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചെറുകുടലിൽ എത്തിക്കഴിയുമ്പോഴാണ് അത് കോശങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഈ അമീബ എന്ന് പറയുമ്പോൾ ഓൾറെഡി അതൊരു ഏകകോശ ജീവിയാണ്. അതിനെങ്ങനെ വായോ അല്ലെങ്കിൽ കയ്യും കാലോ അങ്ങനെ വേറെ ഒന്നുമില്ല, ഒരൊറ്റ കോശം മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോശത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു ദഹനം നടക്കുന്നത്. അതിനെയാണ് നമ്മൾ കോശാന്തരിക ദഹനം എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ വായിലൂടെ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ എന്താണ് വിസർജനം നമ്മൾ വായിൽ കൂടി തന്നെയാണോ കളയുന്നത്? അല്ല, നമ്മൾ എന്താണ് മലദ്വാരത്തിലൂടെ അതെന്താവുന്നുണ്ട്? വിസർജ്യ വസ്തുക്കൾ പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് അമീബയുടെ കേസിലാവുമ്പോഴേക്കും കോശ ഉപരിതലത്തിലൂടെയാണ് ഫുഡ് ഉള്ളിലേക്ക് കയറുന്നത്, അതേപോലെ തന്നെ പുറത്തേക്കും പോകുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഹൈഡ്ര പറയാൻ പോകുന്നത്. ഹൈഡ്രയിലുള്ള സാധനമാണ് എന്താ? ടെൻഡക്കിൾസ്. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് അമീബ കപടപാദമാണെങ്കിൽ ഹൈഡ്രയുടെ പേരെന്താണ്? ടെൻഡക്കിൾസ് ആണ്. ഈ പറയുന്ന കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കൈ പോലെ അല്ലെ, നമ്മുടെ നീരാളിയുടെ ഇതുപോലെ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെൻഡക്കിൾസ് എന്ന് പറയുന്നത്. ഈ ടെൻഡക്കിൾസിന്റെ സഹായത്താൽ ഇരയെ എന്ത് ചെയ്യും? മരവിപ്പിച്ച് വായ്ക്കുള്ളിലാക്കുകയും അത് ശരീരത്തിന്റെ അറകളിലുള്ളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ശരീര അറയുടെ ഉൾഭിത്തിയിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളുടെ പ്രവർത്തനത്താൽ ശരീര അറയിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ദഹനം ആരംഭിക്കുന്നുണ്ട്. അതിനെയാണ് കോശബാഹ്യ ദഹനം എന്ന് പറയുന്നത്. കണ്ട, കോശത്തിനുള്ളിലല്ല, ശരീരത്തിനുള്ളിൽ കയറിയപ്പോൾ തന്നെ എന്ത് ചെയ്യും? ദഹനം തുടങ്ങി. ഇനി കോശത്തിനുള്ളിലെത്തുന്നത് ഭാഗികമായി ദഹിച്ച ഘടകങ്ങളെ ഫുഡ് വാക്യൂളിലെത്തി എൻസൈമുകൾ പൂർണ്ണമായും ദഹിപ്പിക്കുന്നു. ഇതിനെയാണ് കോശാന്തരിക ദഹനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ മനുഷ്യരിലെ ദഹനം എന്ന് പറയുന്നത് കോശബാഹ്യ ദഹനമാണ്. കാര്യം എല്ലാ ദഹനം കംപ്ലീറ്റ് ആകുന്ന ചെറുകുടലിൽ വെച്ചിട്ടാണ്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ഓരോ കോശങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നത്. കണ്ടോ, ഏകകോശ ജീവിയായ അമീബയിൽ നിന്ന് ലഘുഘടനയുള്ള ബഹുകോശ ജീവിയായ ഹൈഡ്രയിലേക്ക് എത്തുമ്പോൾ കോശാന്തരിക ദഹനത്തിന് പുറമെ കോശബാഹ്യ ദഹനവും കൂടി നടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ് പറയുന്നത് ദഹനം. എന്താണ് ദഹനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗീരണത്തിനായി ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് എന്താ? ദഹനം. അതായത് നമ്മളിപ്പോൾ എന്താണ്, നമ്മളൊരു ചിക്കൻ പീസ് കഴിക്കുകയാണ്, അത് നേരെ നമ്മുടെ വയറിലേക്ക് ചിക്കൻ പീസ് അങ്ങനെ തന്നെയാണോ വയറ് പോയിട്ട് ചെറുകുടലും വൻകുടലും വരെയും പോകുന്നത്? അല്ല, അതിനെന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വായിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആദ്യം അതിനെന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞു, 7ാം ക്ലാസ്സിലെ ആ ചാപ്റ്ററിൽ പറഞ്ഞതാണ്, എന്താണ് അന്നനാളത്തിലൂടെയുള്ള ആ മൂവ്മെന്റ്, പെരിസ്റ്റാൾസിസ് വഴി എന്താകും? ആ ഭക്ഷണത്തെ ഒന്നുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ ഇങ്ങനെ 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 ആക്കി ഒരു കുഴമ്പ് രൂപത്തിലാക്കി മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ചെറുകുടലിൽ വരുമ്പോഴും ഈ പ്രോസസ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതിനെയാണ് യാന്ത്രിക ദഹനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ കുറെ യന്ത്രങ്ങളുടെ പാർട്സ് ആണ് എന്തെന്ന് പറയുന്നത്. നമ്മുടെ ശരീരം ഒരു യന്ത്രമാണെങ്കിൽ അതിന്റെ കുറെ പാർട്സ് ആണ് എന്താ? ഈ പറയുന്ന പല്ലായിക്കോട്ടെ, നമ്മുടെ അന്നനാളം ആയിക്കോട്ടെ, അതേപോലെ ആമാശയം, ചെറുകുടല്, വൻകുടൽ, ഇവയെല്ലാം അതിന്റെ ഓരോ പാർട്സ് ആണ്. ആ പാർട്സ് ഉപയോഗിച്ചുള്ള ദഹനത്തെയാണ് യാന്ത്രിക ദഹനം അഥവാ മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ആഹാരത്തെ ചെറുകണികകളാക്കി മാറ്റുന്നു. പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുന്നു. ആമാശയത്തിലൂടെയും ചെറുകുടലിലൂടെയും പേശികളുടെ ശക്തമായ സങ്കോചങ്ങളിലൂടെയും ഇതെന്താണ്? ഭക്ഷണത്തെ അരച്ചെടുക്കുന്നുണ്ട്. ഇതിനെയാണ് യാന്ത്രിക ദഹനം എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് എന്താണ് പറയുന്നത്? രാസിക ദഹനം. എന്താണ് രാസിക ദഹനം എന്ന് പറഞ്ഞാൽ? അപ്പൊ നമുക്കറിയാവുന്നത്, നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തൊക്കെയുണ്ട്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഭക്ഷണത്തെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ കുഴമ്പ് പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ദഹിപ്പിക്കാനായിട്ട് നമ്മുടെ ശരീരം ഒത്തിരി എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വായിലാണെങ്കിൽ എന്താണ്? സലൈവറി അമലൈസ് ഉണ്ട് അല്ലെ? സലൈവറി അമലൈസ് എന്ന് പറഞ്ഞാൽ, അമലൈസ് എപ്പോഴും അന്നജമാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ സലൈവറി അമലൈസ് അവിടെ അന്നജത്തെ ദഹനം തുടങ്ങുന്നുണ്ട്. അപ്പൊ അതേപോലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണങ്ങളായ പോഷകഘടകങ്ങൾ ആഗീരണ യോഗ്യമാക്കുന്ന ലഘുഘടകങ്ങളായി മാറുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രാസിക ദഹനം. അപ്പൊ ദഹനം 2 ടൈപ്പ് ഉണ്ട്, യാന്ത്രിക ദഹനവുമുണ്ട്, രാസിക ദഹനവുമുണ്ട്. നെക്സ്റ്റ് ആണ് അയവിറക്കലിനു പിന്നിൽ. അതായത് നമുക്കറിയാം, ഈ പറയുന്ന ഈ പശുവും അതേപോലെ തന്നെ ഇങ്ങനത്തെ ജീവികളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അയവിറക്കും അല്ലെ? അവർ വെറുതെ ഇരിക്കുമ്പോഴേക്കും എന്താണ്? ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. അതായത് വിശ്രമിക്കുമ്പോഴും പശുക്കൾ തുടർച്ചയായി ചവയ്ക്കുന്നുണ്ട്. നമ്മുടെ ഈ പശുക്കളുടെ ആമാശയത്തിന് എത്ര അറകളാണുള്ളത്? 4 അറകളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. കാര്യം ഈ ഒരു ഫാക്ട് നമ്മളെ പഴയ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാത്തതാണ്. എന്തൊക്കെയാണത്? അതിന്റെ പേരാണ് റൂമൻ, അതേപോലെ റെക്ടിക്കുലം, ഒബാസം, അബോമാസം. 4 എണ്ണമുണ്ട്. റൂമൻ, റെക്ടിക്കുലം, ഒബാസം, അബോമാസം. അങ്ങനെ 4 അറകളാണ് ആമാശയത്തിലുള്ളത്. ഈ പറയുന്ന സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് മുതലായ ഘടകങ്ങളെ റൂമനിലും റെക്ടിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിപ്പിക്കുന്നുണ്ട്.
റൂമനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്താണ് റൂമിലല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അങ്ങനെ ഓർത്താൽ മതി. റൂമനിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ കഴിച്ച് പകുതിയാക്കി ദഹനം തുടങ്ങി വെച്ചിരിക്കുന്ന ആഹാരം എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ജീവികൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ റൂമനിലാണ് ആഹാരം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ നിന്നാണ് കുറെ നേരം കഴിയുമ്പോൾ ഇവർ വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും അത് വായിലേക്ക് കൊണ്ടുവന്ന് അത് ചവച്ചരയ്ക്കുന്നത്. അപ്പൊ എന്താണ്, ആമാശയത്തിന് എത്ര അറകളുണ്ട്, 4 അറകളാണ്. നമുക്കല്ല കേട്ടോ, ഈ പറയുന്ന ഈ അയവിറക്കുന്ന ജീവികൾക്ക്. അത് ഏതൊക്കെയാണ്, റൂമൻ, റെക്ടിക്കുലം, ഒബാസം ആൻഡ് അബോമാസം. റൂമനിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നെക്സ്റ്റ് ആണ് വായ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ 7ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പല്ലിന്റെ പറ്റി പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്, കോമ്പല്ലുണ്ട്, ഉളിപ്പല്ലുണ്ട്, ചർവണകവും അഗ്രചർവണകവും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് പറയുന്നത്, ആദ്യത്തെ എന്താണ്, കോമ്പല്ല് എന്താണ്, കടിച്ചു കീറാൻ കോമ്പല്ല്, കടിച്ചു മുറിക്കാൻ ഉളിപ്പല്ല്. അതൊക്കെ നമ്മൾ പഠിച്ചാണ്. എന്താണ്, കാ വെച്ച് കണക്ട് ചെയ്തൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനിയിപ്പോ നമ്മൾ പല്ലിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകും. അതേപോലെ നമ്മൾ പറഞ്ഞു എന്താണ് 2123, ഇതാണ് ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത്. 2123 ഡിവൈഡ് ബൈ 2123. ഇതൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി ഈ പറയുന്ന ഓരോ പല്ലിനെ പറ്റി പഠിക്കുകയാണ്. ഇനാമൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് എന്തെന്ന് പറയുന്നത്, ഇനാമൽ എന്ന് പറയുന്നത്. ചോദിക്കുന്നതാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ. ഇതാണ് പല്ലിന്റെ പുറം കവചമാണ്. ഇതെന്താണ്, നിർജീവമാണ്, ജീവനില്ലാത്തതാണ് ഈ പറയുന്ന ഇനാമൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഡെൻഡൈൻ. ഡെൻഡൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡെന്റൽ നമ്മൾ എന്താ ഡെന്റൽ ക്ലിനിക്കിൽ പോയിട്ടില്ലേ പല്ലിന്റെ ഒക്കെ കാണിക്കുന്നത്. അപ്പൊ ഡെൻഡൈൻ എന്താണ്, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലകളെയാണ് എന്ത് പറയുന്നത്, ഡെൻഡൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പൾപ്പ് ക്യാവിറ്റി. എന്താണ്, പല്ലിന്റെ ഏറ്റവും ആന്തരമായ ഭാഗമാണ് എന്ത്, പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. അവിടെയാണ് പൾപ്പ് എന്ന മൃദുവായ യോജക കല. എന്ത് കലയാണെന്ന് പഠിച്ചു വെക്കണം. പൾപ്പ് ക്യാവിറ്റി യോജക കലയാണ്. അതേപോലെ തന്നെ ഇവിടെയും ഉണ്ട്, സിമന്റവും ഉണ്ട് യോജക കല. നോക്കാം, രക്തക്കുഴലുകൾ, നാഡികൾ, ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ. ഈ ഒഡൻഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് പഠിക്കുക, ചോദിക്കാൻ ചിലപ്പോൾ. ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്, പല്ലിലാണ്. ഡെന്റൽ എന്നല്ല, നമ്മൾ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഒഡൻഡോബ്ലാസ്റ്റ് എവിടെയാണ്, പല്ലിലാണ്. പല്ലിൽ എവിടെയാണ്, പൾപ്പ് ക്യാവിറ്റിയിലാണ്. നെക്സ്റ്റ് വരുന്നതാണ് സിമന്റം. സിമന്റിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം. കല്ലുകൾ എന്താണ്, ഉറപ്പിച്ച് നിർത്തുന്നതല്ലേ സിമന്റ് എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ കല്ലടുക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് മറിഞ്ഞു പോകും. ആ കല്ലിനെ അവിടെ ഉറപ്പിച്ച് നിർത്തുന്നതാണ് എന്ത്, സിമന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെയിം പ്രോസസ് ആണ് ഇവിടെ സിമന്റം ചെയ്യുന്നത്. എന്താണ്, പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് എന്താ ഈ പറയുന്ന സിമന്റം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ആണ് ആമാശയം എന്ന് പറയുന്നത്. എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ആമാശയ പേശികളുടെ ശക്തമായ പെരിസ്റ്റാൾസിസ് എന്ന മൂവ്മെന്റ് മൂലമാണ് എന്ത് ചെയ്യുന്നത്, കുഴമ്പ് രൂപത്തിലാക്കുന്നുണ്ട് ആഹാരങ്ങളെ. ആമാശയത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേക തരം വലയ പേശികളാണ് എന്ത് ചെയ്യുന്നത്, ആഹാരത്തെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് നിൽക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞാണ് എന്താണ്, ആമാശയത്തിൽ മണിക്കൂറുകളോളം എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കിടന്നാണ് ഏറ്റവും കൂടുതൽ അല്ലെ, ഒത്തിരി നേരം അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്താണ്, അതിനാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു വലയ പേശിയുണ്ട്. ഈ വലയ പേശിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ആമാശയത്തിനുള്ളിൽ ആഹാരത്തെ കൂടുതൽ നേരം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ വലയ പേശികളാണ്. നെക്സ്റ്റ് ആണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ചെറുകുടലിലെ പെരിസ്റ്റാൾസിസും അതേപോലെ സെഗ്മെന്റേഷനും. സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വലിയ ഫുഡ് മോളിക്യൂളിനെ സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ ചെറിയ പാർട്സ് ആക്കി മാറ്റുന്നതിനെയാണ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഒരു വലിയ, അതെന്താണ്, ഇങ്ങനെയുള്ള മൂവ്മെന്റ് മൂലം എന്ത് സംഭവിക്കുന്നുണ്ട്, ആ വലിയ മോളിക്യൂൾ ചെറിയ 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 പാർട്ടിക്കിൾസ് ആക്കി മാറുന്നുണ്ട്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, യാന്ത്രിക ദഹനമല്ലേ. അതായത് നമ്മുടെ എൻസൈം ഒന്നും അല്ല അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവിടെ എന്താ, യാന്ത്രികമായിട്ട് അവരുടെ ആ ഒരു ബോഡി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് വിഴുങ്ങലിനെ പറ്റി പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇതാണ് നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത്. നമ്മുടെ നാക്കുണ്ട്, അണ്ണാക്കുണ്ട്, അതേപോലെ തന്നെ എന്താണ്, ചെറുനാക്ക്, ഗ്രസനി, എപ്പിഗ്ലോട്ടിസ്, നമ്മുടെ അന്നനാളം, ശ്വാസനാളം. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന്. അതായത് നാക്ക് ആഹാരത്തെ അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തി എന്ത് ചെയ്യുന്നുണ്ട്, ഉരുളകളാക്കി മാറ്റുന്നുണ്ട്. കണ്ടോ, ഈ ഒരു സമയത്ത് നമുക്കറിയാം ഇവിടെ എന്താണ്, ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ, ഇവിടെ വലിയൊരു ഗ്യാപ്പായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ഗ്യാപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിത് വിഴുങ്ങുമ്പോഴേക്കും ഈ പറയുന്ന ചെറുനാക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടോ, ഇതെന്ത് ചെയ്യുന്നുണ്ട്, നാസാഗഹ്വരത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ചെറുനാക്ക് അടക്കുന്നുണ്ട്, ഗ്രസനിയിലേക്ക് തുറക്കുന്നു. കണ്ടോ, ഇതെന്ന് പറയുന്ന ഇങ്ങനെ വരുന്ന ഒരു പോർഷൻ ഉണ്ട്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അടച്ചു കളയും, അല്ലെങ്കിൽ എന്താണ്, ഭക്ഷണം തെന്നി കയറാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് എന്താണ്, നാക്കിന്റെ പിൻഭാഗം ആഹാരത്തെ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ
അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ എവിടെയാണ്? അന്നനാളത്തിലേക്ക് ഭക്ഷണം പോകും. അപ്പൊ എന്താണ്? ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അടയ്ക്കപ്പെടുന്നു. അപ്പൊ ഈ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന സാധനം കൊണ്ട് അടക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കാത്തത്? നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ഫുഡ് കയറാത്തത്. ഓക്കെ, അപ്പൊ അതിന് സഹായിക്കുന്നതാണ് എന്ത്? എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫുഡ് അങ്ങനെ ഇനിയിപ്പോ നമ്മളിപ്പോ ഇതുവരെ എന്താ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്? യാന്ത്രിക ദഹനത്തെയാണ്. ഇനി നമുക്ക് എന്താണ്? രാസിക ദഹനം അഥവാ കെമിക്കൽ ഡൈജഷൻ എങ്ങനെയാണെന്ന് പറയുകയാണ്. അതിൽ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? വായിലാണ് അല്ലെ. നമ്മുടെ ഫുഡ് ആദ്യം എത്തുന്നത് വായിലാണ്. അതായത് ഉമിനീർ ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സലൈവറി അമിലേസ് എന്താണ് ചെയ്യുന്നത്? അന്നജത്തിന്റെ ദഹനം ആരംഭിക്കുന്നു. അപ്പൊ നമ്മുടെ വായിലുള്ളതാണ് എന്ത്? സലൈവറി അമിലേസ്. അവിടെയാണ് എന്ത്? അന്നജത്തിന്റെ ദഹനം തുടങ്ങുന്നത്. നെക്സ്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്തു? സലൈവറി അമിലേസ് അന്നജം. അപ്പൊ എപ്പോഴും ഓർത്തു വെക്കുക, അന്നജത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈം ആണ് എന്ത്? അമിലേസ് എന്നുള്ളത് ഓർത്തു വെച്ചാൽ മതി. അമിലേസ് അന്നജം. അടുത്തതാണ് ഇവിടെ നിന്ന് ഇപ്പൊ ഫുഡ് ഇങ്ങനെ വന്നു. ഇപ്പൊ നമ്മൾ കഴിച്ച ഫുഡ് എന്തായി? ഇവിടം വരെ എത്തിയിട്ടുണ്ടല്ലേ, വായിലെത്തി. ഇനി ഈ ഫുഡ് എന്ത് ചെയ്യണം? നമുക്ക് ഇങ്ങനെ പ്രോസസ്സിൽ എങ്ങോട്ടേക്ക് പോകണം? ഈ ഫുഡ് ഇവിടെ അടുത്തത് അന്നനാളത്തിലേക്ക് വരുവാണ്. അന്നനാളം അഥവാ ഈസോഫാഗസ് എന്ന് പറയും. അവിടെയാണ് എന്ത്? പെരിസ്റ്റാൾസിസ് എന്ന മൂവ്മെന്റ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫുഡിനെ ആമാശയത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. പിന്നെയാണ് ആമാശയത്തിലാണ് ബാക്കി പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയത്തിലെ എന്താണ്? ആമാശയ രസത്തിൽ എന്തുണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡാണ് എന്താ? ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ pH-നെയും ക്രമീകരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഇതിലെ എൻസൈംസുകളാണ്, ആമാശയത്തിലെ എൻസൈമുകളാണ് എന്ത്? പെപ്സിൻ എന്ന് പറയുന്നത്. പെപ്സിൻ എന്താണ് ചെയ്യുന്നത്? പ്രോട്ടീനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. പെപ്സിൻ പ്രോട്ടീൻ. അടുത്തതാണ് ലിപ്പേസ് എന്താണ് ചെയ്യുന്നത്? കൊഴുപ്പ്. ലിപ്പേസ് അതായത് ലിപ്പിഡ് എന്ന് പഠിച്ചാൽ മതി. കൊഴുപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലിപ്പിഡ് ആണെന്ന്. ലിപ്പേസ്. അപ്പൊ പെപ്സിൻ പ്രോട്ടീനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. അടുത്ത ലിപ്പേസ് ആണെങ്കിൽ എന്താണ്? കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കുന്നു. നെക്സ്റ്റ് ആണ് ശ്ലേഷ്മം. ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. നമുക്കറിയാം ഈ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ കയ്യിലൊക്കെ വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പൊള്ളും. അപ്പൊ അതേപോലെ തന്നെയല്ലേ നമ്മുടെ വയറിനുള്ളിലും. പക്ഷേ എന്ത് ചെയ്യും? ഈ ആമാശയത്തിന്റെ ഭിത്തികളിൽ എന്തുണ്ട്? ഈ പറയുന്ന ഒരു ശ്ലേഷ്മമുണ്ട്, മ്യൂക്കസ് എന്ന് പറയും. ഇതെന്ത് ചെയ്യും? ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ആമാശയ ഭിത്തിയോട് കോണ്ടാക്റ്റിൽ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ശ്ലേഷ്മം നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ പഠിക്കേണ്ടത്? പെപ്സിൻ പ്രോട്ടീന്, ലിപ്പേസ് കൊഴുപ്പാണ്, ശ്ലേഷ്മം എന്ത് ചെയ്യുന്നുണ്ട്? ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ചെറുകുടലിലേക്കാണ് പോകേണ്ടത്. പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മൾ ഫുഡിന്റെ ഒരു പാത്ത് പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ പഠിക്കുന്നത്? ആദ്യം എന്താണ്? വായ്, അതിനുശേഷം എങ്ങോട്ടേക്ക് പോകും? അന്നനാളം, പിന്നെ എങ്ങോട്ടേക്ക്? ആമാശയം, പിന്നെ എങ്ങോട്ടേക്ക്? ചെറുകുടൽ, പിന്നെ വൻകുടൽ, പിന്നെയാണ് നമ്മുടെ വിസർജനം മലദ്വാരത്തിലേക്ക് പോകുന്നത്. ഈ ഒരു ഓർഡറിൽ ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത 2 പേരാണ് എന്താ? ആ ഒരു പാത്തിൽ വരാത്ത ആൾക്കാരാണ് ഈ പറയുന്ന കരളും അതേപോലെ തന്നെ പാൻക്രിയാസും. പക്ഷേ ഇവർ 2 പേരും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിലാണ് ഫസ്റ്റ് വൺ കരൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ത്? പിത്തരസം എന്ന് പറയും. അതായത് ബൈൽ എന്ന് പറയും. പിത്തരസം അഥവാ ബൈൽ. ഓക്കെ, അതെവിടെയാണ്? ഈ പറയുന്ന പിത്താശയത്തിൽ സംഭരിച്ചു വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പിത്തരസത്തിൽ എൻസൈമുകളില്ല. ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. പിത്തരസത്തിൽ എന്തില്ല? എൻസൈമുകളില്ല. ഇതെന്താണ്? നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കാം. കരൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ത്? പിത്തരസം. അല്ലെങ്കിൽ എന്താണ്? പിത്തരസം സംഭരിക്കുന്നത് പിത്താശയത്തിലാണ്. പിത്തരസത്തിൽ എൻസൈമുകളില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും പിത്തരസം എന്ന് പറയുന്നത് എൻസൈം അല്ലേ, അപ്പൊ അവിടെ എൻസൈം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പിത്തരസത്തിൽ എന്തില്ല? എൻസൈമുകളില്ല. ഇത് പക്വാശയത്തിലെത്തി കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും pH-നെ ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ചെറുകുടലിന്റെ ഈ തുടക്ക ഭാഗത്തെ പറയുന്ന പേരാണ് എന്താ? പക്വാശയം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ പറയുന്ന കരൾ എന്ത് ചെയ്യും? പിത്തരസമൊക്കെ ഉൽപ്പാദിപ്പിച്ചു നേരെ അത് ഈ ചെറുകുടലിന്റെ തുടക്ക ഭാഗമായി പക്വാശയത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. അവിടെ വെച്ച് എന്ത് സംഭവിക്കും? അത് കൊഴുപ്പിനെ കണികകളാക്കി മാറ്റാൻ തുടങ്ങും.
അപ്പൊ എന്താണ്, കരൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പാത്തിലില്ല എങ്കിലും നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്, പാൻക്രിയാസ് എന്താ ചെയ്യുന്നത്, പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. പാൻക്രിയാസും ചെയ്യുന്ന കാര്യം അത് തന്നെയാണ്. എങ്ങോട്ടേക്ക് കൊടുക്കും, പക്വാശയത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. ഇതിലെ എന്താണ് അമിലേസ്, അതായത് പാൻക്രിയാസിലെ അമിലേസ് ആകുമ്പോൾ അതിന് എന്ത് പറയും, പാൻക്രിയാറ്റിക് അമിലേസ് എന്ന് പറയും. അമിലേസ് ആണെങ്കിൽ എന്തിനെയാണ് ദഹിപ്പിക്കേണ്ടത്, അത് അന്നജത്തെയാണ്. അപ്പൊ എന്താണ്, അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, പാൻക്രിയാറ്റിക് അമിലേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ട്രിപ്സിൻ. ട്രിപ്സിൻ എന്തിനു ചെയ്യുന്നു, പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നതാണ് എന്ത്, ട്രിപ്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് എന്തായിരുന്നു, പെപ്സിൻ. പെപ്സിൻ എവിടെയാണ്, ആമാശയത്തിലും. അതെന്താണ്, പെപ്സിൻ പ്രോട്ടീൻ, അതെവിടെയാണ്, ആമാശയത്തില്. പാൻക്രിയാസിൽ എന്താണ്, ട്രിപ്സിൻ, അതെന്തിനെ ദഹിപ്പിക്കുന്നതാണ്, പ്രോട്ടീനുകളാണ്. നെക്സ്റ്റ് ആണ് ലിപ്പേസ്. ലിപ്പേസ് നമ്മൾ പറഞ്ഞു, ലിപ്പിഡ് കൊഴുപ്പിനെയാണ്. ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പൊ ദഹനം നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെറുകുടലിൽ വെച്ചിട്ടാണ് ഈ നടക്കുന്ന ഈ പ്രോസസ്സ് എല്ലാം. ഇനി ചെറുകുടലിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. കരള്, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിലെത്തി ദഹനത്തെ സഹായിക്കുന്നുണ്ട്. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്റ്റൈനൽ ജ്യൂസ്, അപ്പൊ നമ്മൾ പാൻക്രിയാറ്റിക് ജ്യൂസ് പറഞ്ഞു അല്ലെ, ഓരോരുത്തരും ഓരോ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ചെറുകുടൽ എന്താണ്, ഇൻഡസ്റ്റൈനൽ ജ്യൂസ് ആണ്. അതെന്താ ചെയ്യുന്നത്, ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റുകളെ എന്താക്കി മാറ്റുന്നുണ്ട്, സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ കാർബോഹൈഡ്രേസുകളാണ്, സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ലഘുഘടകങ്ങളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാക്കി മാറ്റുന്നു. പ്രോട്ടീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോട്ടീനുകളെ അമിനോ ആസിഡ് ആക്കി മാറ്റുന്നു. അതേപോലെ ലഘു പോഷക ഘടകങ്ങളും ജലം, വൈറ്റമിൻസ്, ധാതുക്കൾ എന്നിവയൊക്കെ ആഗിരണം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, ചെറുകുടലിൽ വെച്ചിട്ടാണ്. കഴിഞ്ഞ പരീക്ഷയുടെ ഒരു PYQ ആയിരുന്നു ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട് തന്നിരുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ദഹനം എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് നടന്നു. ഇനിയാണ് നമ്മുടെ വൻകുടൽ. അപ്പൊ എന്താണ് വൻകുടൽ, ദഹനം തീർന്നു, പിന്നെ വൻകുടലിന്റെ പ്രസക്തി എന്താണ് അവിടെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. എന്താണ്, നമ്മുടെ ദഹന വിധേയമാകാത്ത, അല്ലെ, നമുക്ക് എല്ലാത്തിനെയും നമുക്ക് ദഹിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ഈ ദഹന വിധേയമാക്കാത്ത ആഹാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വൻകുടലിലെത്തും. അതേപോലെ തന്നെ അവിടെയാണ് അവശേഷിക്കുന്ന ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, വൻകുടലിൽ വെച്ചിട്ടാണ്. ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതേപോലെ തന്നെ ഇവിടെയാണ് ചില ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നുണ്ട്, വൈറ്റമിൻ കെയും ബി കോംപ്ലക്സ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് വൻകുടലിലാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ദഹനാവശിഷ്ടത്തെ മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഇങ്ങനെയാണ് നമ്മുടെ എന്ത് നടക്കുന്നത്, നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ദഹനം നടക്കുന്നത്. അങ്ങനെ ദഹനം കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ഇവിടെ നോക്കിക്കേ, മനുഷ്യനിലെ പൂർണ്ണമായും എന്താണ്, കോശബാഹ്യ ദഹനമാണ് നടക്കുന്നത്. ചെറുകുടലിൽ വെച്ച് ദഹനം പൂർണ്ണമാവുകയും ലഘുഘടകങ്ങൾ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെറുകുടലിൽ വെച്ചിട്ട് ദഹനം കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇനി എന്ത് ചെയ്യണം, നെക്സ്റ്റ് ദഹനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഓർഡർ പഠിച്ചിട്ടുണ്ട്, ആഹാര സ്വീകരണം, ദഹനം, അടുത്ത എന്താണ്, ആഗീരണം ചെയ്യണം അല്ലെ. ആഗീരണം നടക്കുന്നത് എന്ത് വഴിയാണ്, നമുക്കറിയാം. 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെന്റിമീറ്ററോളം വ്യാസമുള്ളതും നീണ്ടു ചുരുണ്ടതുമായ പേശി നിർമ്മിതമാണ് എന്തെന്ന് പറയുന്നത്, ചെറുകുടൽ. ഇതിന്റെ ആദ്യ ഭാഗമാണ് എന്ത്, പക്വാശയം എന്ന് പറയുന്നത്. ചെറുകുടലിലെ സവിശേഷ ഘടന എന്ത് ചെയ്യുന്നുണ്ട്, ആഗീരണ പ്രക്രിയയ്ക്ക് ഏറെ സഹായകമാണ്. അതിനാണ് പറയുന്നത് വിരൽ പോലുള്ള ഭാഗങ്ങൾ, അതിനെയാണ് വില്ലസുകൾ. വിരൽ പോലുള്ള വില്ലസുകൾ, വി കണക്ട് ചെയ്യുക, വിരൽ പോലെയാണ് വില്ലസ്. ഇവ ചെറുകുടലിലെ ആഗീരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിക്കും. അതായത് ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിന്റെ പ്രതല വിസ്തീർണം ആയിരിക്കില്ല ഇങ്ങനെയുള്ളതിന്റെ പ്രതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലായിരിക്കും. ഓക്കെ, നമുക്ക് വില്ലസ് നോക്കാം. ഉണ്ടോ, ഇതാണ് ഈ പറയുന്ന ഈ കുഞ്ഞു കുഞ്ഞു കാണുന്ന വില്ലസുകൾ എന്ന് പറയുന്നത് ഇതാണ്. എപ്പിത്തീലിയൽ കോശങ്ങൾ, അതാണ് ഏറ്റവും പുറമേയുള്ളത്. എപ്പിത്തീലിയൽ കോശങ്ങൾ എന്ന് പറയും. പോഷകാഗീരണത്തിനുള്ള പ്രാഥമിക പ്രതലമാണ് ഈ പറയുന്ന എപ്പിത്തീലിയൽ കോശങ്ങൾ. ഇനി രക്തലോമികകളുണ്ട്. അവിടെ എന്താണ്, ഒരു ധമനി ശാഖ വില്ലസിലേക്ക് പ്രവേശിച്ച് ലോമികകളായി രൂപപ്പെടുന്നു. ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഇതാണ്, ലോമികകൾ കൂടി ചേർന്ന് സിരയായി പുറത്തേക്ക് പോകുന്നു. ഈ ലോമികയും സിരയൊക്കെ നമുക്ക് ഹൃദയം പഠിക്കുമ്പോൾ പഠിക്കാം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകൾ എന്നിവയെ ആഗിരണം ചെയ്യുന്നത് എവിടെയാണ്, വില്ലസിലെ രക്തലോമികകളാണ്. പിന്നെ നമുക്ക് എന്താണ് ഉണ്ടായിരുന്ന, ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഇല്ലേ, അതെവിടെയാണ്, അതിനെയാണ് ലാക്റ്റിയൽ, ലിംഫ് വാഹിയുടെ ശാഖയാണ് ലാക്റ്റിയൽ എന്ന് പറയുന്നത്. ഈ ലാക്റ്റിയലിലാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ വില്ലസിന്റെ ഭാഗമായി ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, എവിടെ, എപ്പിത്തീലിയൽ കോശങ്ങൾ, രക്തലോമികൾ, ലാക്റ്റിയൽ എന്നൊക്കെ പറഞ്ഞു തരാം. അപ്പൊ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയലും, അതേപോലെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവ ഇവിടെയാണ് രക്തലോമികകളിലുമാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്.
ഓക്കെ. അടുത്തതാണ് രക്തവും ലിംഫും എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ലിംഫ് എന്നൊക്കെ നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാം രക്തത്തെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പ്ലാസ്മയും രണ്ടാമത്തത് ഇതാണ് രക്തകോശങ്ങളുമാണ്. ഈ പ്ലാസ്മയിലുള്ളത് എന്തൊക്കെയുണ്ട്? ജലമുണ്ട്, പ്രോട്ടീനുകളുണ്ട്, അതേപോലെ മറ്റു കുറെ ഘടകങ്ങളുണ്ട്. ഈ പ്രോട്ടീനുകൾ പ്ലാസ്മ പ്രോട്ടീനുകളാണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഏതായിരുന്നു? ആൽബുമിൻ ആണോ ഗ്ലോബുലിൻ ആണോ എന്നറിയില്ല. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ആൽബുമിൻ. രക്തസമ്മർദ്ദം, അതായത് ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനായിട്ടാണ് എന്തുള്ളത്? ആൽബുമിൻ ഉള്ളത്. അതേപോലെ രോഗപ്രതിരോധത്തിനാണ് എന്തുള്ളത്? ഗ്ലോബുലിനുള്ളത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് എന്ത്? ഫൈബ്രിനോജൻ. പിന്നെയുള്ളത് എന്താണ്? രക്തകോശങ്ങളാണ്. ചുവന്ന രക്താണുക്കൾ അഥവാ RBC, റെഡ് ബ്ലഡ് സെൽസ്. അവ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ ഈ ശ്വസിച്ചെടുക്കുന്ന ഈ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയൊക്കെ സംവഹനത്തിന് സഹായിക്കുന്നത് ഈ പറയുന്ന RBC ആണ്, ചുവന്ന രക്തകോശങ്ങളാണ്. അടുത്തത് വെളുത്ത രക്തകോശങ്ങൾ എന്തിനാണ്? രോഗപ്രതിരോധത്തിനാണ്, അല്ലെ? രോഗപ്രതിരോധം. അപ്പൊ അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റുകൾ എന്തിനാണ്? രക്തം കട്ടപിടിക്കാനാണ്. അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുന്ന രക്തകോശം ഏത്? പ്ലേറ്റ്ലെറ്റ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത്? അത് ഫൈബ്രിനോജൻ. രോഗപ്രതിരോധത്തിനുള്ള രക്തകോശം ഏത്? അത് ശ്വേതരക്താണുക്കൾ. രോഗപ്രതിരോധത്തിനുള്ള പ്ലാസ്മ പ്രോട്ടീൻ ഏത്? അതേതാണ്? ഗ്ലോബുലിൻ. അങ്ങനെ കണക്ട് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഓക്കെ. അടുത്തതാണ് നമ്മുടെ ടിഷ്യൂ ദ്രവം, ലിംഫൊക്കെ എന്താന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരിക്കലും എന്താണ് ഈ പറയുന്ന ബ്ലഡ് ഡയറക്റ്റ് കോശങ്ങളിലേക്കല്ല ഈ സാധനങ്ങൾ കൊടുക്കുന്നത്. അതിനുള്ള സാധനമാണ് എന്ത്? ടിഷ്യൂ ദ്രവം. ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക ഭിത്തിയിലെ ചെറുസുഷങ്ങളുടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങളിലേക്ക് ഊർന്നിറങ്ങുന്നു. ഈ ദ്രാവകമാണ് എന്ത് പറയുന്നത്? ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത്. കോശങ്ങളുടെ ടിഷ്യൂ ദ്രവവും തമ്മിലാണ്, കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. അല്ലാതെ കോശങ്ങളും ഡയറക്റ്റ് രക്തവുമായിട്ടല്ല നടക്കുന്നത്. അതായത് നമ്മുടെ ഈ പറയുന്ന ലോമികകൾ, ഇതാണ് ലോമികകൾ. ഇതിലൂടെ എന്താണ്? ബ്ലഡ് പാസ് ചെയ്ത് പോകുമ്പോഴേക്കും നമുക്ക് ലോമിക ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ ലോമികകളിൽ നമുക്ക് കാണാൻ പോലും കഴിയാത്ത അനേകായിരം ചെറിയ ചെറിയ സുഷങ്ങളുണ്ട്. അവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കും? അവിടെ ഈ രക്തത്തിലെ ദ്രാവക ഭാഗം, രക്തമല്ല രക്തത്തിലെ ദ്രാവക ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? ഈ കോശങ്ങളിലേക്ക് ഊർന്നിറങ്ങും. അതിനെയാണ് എന്ത് പറയുന്നത്? ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത്. ഇനി എന്താണ് ലിംഫ് എന്ന് പറഞ്ഞാൽ? ടിഷ്യൂ ദ്രവത്തിന്റെ ഒരു ഭാഗം ലിംഫ് ലോമികളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഓക്കെ. ലിംഫിലൂടെയാണ് കൊഴുപ്പിന്റെ ദഹനഫലം ഉണ്ടാകുന്ന ലഘുഘടകങ്ങളും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും സംവഹനം ചെയ്യപ്പെടുന്നത്. അപ്പൊ ലിംഫ് എന്താന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാനുണ്ട്. ലിംഫ് വ്യവസ്ഥ എന്താന്ന്? ലിംഫാറ്റിക് സിസ്റ്റം എന്തൊക്കെ തമ്മിൽ കൂടിച്ചേർന്നാണ്? ലിംഫ്, ലിംഫ് വാഹി, ലിംഫ് നോഡ്, സ്പ്ലീൻ, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുന്നതാണ് ലിംഫ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ലിംഫിൽ ചുവന്ന രക്തകോശങ്ങളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാതെ പോകരുത്. ചിലപ്പോൾ ചോദിക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ലിംഫാറ്റിക് സിസ്റ്റവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം, അല്ലെങ്കിൽ ലിംഫ് വ്യവസ്ഥയുമായി. ലിംഫ് വാഹി, ലിംഫ് നോഡ് നമുക്ക് എളുപ്പമായിരിക്കും. അതിന്റെ കൂട്ടത്തിൽ പഠിക്കേണ്ട പേരുകളാണ് സ്പ്ലീനും അസ്ഥിമജ്ജയും തൈമസ് ഗ്രന്ഥിയും. ഇത്രയും കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് എന്താകുന്നത്? ലിംഫ് വ്യവസ്ഥയാകുന്നത്. അതേപോലെ പഠിക്കേണ്ടതാണ് ലിംഫിൽ എന്തില്ല? ചുവന്ന രക്തകോശങ്ങളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല എന്നുള്ളതും കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ധമനി, സിര, ലോമിക. നമുക്കറിയാം നമ്മുടെ ഹൃദയമൊക്കെ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി, നിങ്ങളെല്ലാം പഠിച്ചതാണ് അല്ലേ? അതിൽ നമ്മൾ പഠിക്കുന്നതാണ് മഹാധമനി, അല്ലെ? ഊർദ്ധ മഹാസിര, അധോ മഹാസിര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ധമനി എന്ന് പറഞ്ഞാൽ? ഈ പിക്ചർ നോക്കി തന്നെ നമുക്ക് മനസ്സിലാകും. കട്ടി കൂടിയ ഇലാസ്തികതയുള്ളൊരു ഭിത്തി ആയിരിക്കും എന്തിനുള്ളത്? ധമനിക്കുള്ളത്. രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലായിരിക്കും ഒഴുകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്തുള്ളത്? കട്ടി കൂടിയ ഭിത്തിയുള്ളത്. നമുക്കറിയാം നമ്മൾ എന്താണ്, നല്ല കട്ടിയുള്ള ഒരു ബലൂണിലേക്ക് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം പമ്പ് ചെയ്താലും എന്ത് സംഭവിക്കില്ല? വെള്ളം പൊട്ടില്ല. പക്ഷെ ആ ഭിത്തിക്ക് നമ്മുടെ ഒട്ടും കട്ടിയില്ലാത്തൊരു ബലൂൺ ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? പൊട്ടിപ്പോകും. അതേപോലെ തന്നെ നല്ല പ്രഷറിൽ ബ്ലഡ്, അതേപോലെ നല്ല വേഗത്തിൽ ആ ബ്ലഡ് അതിലൂടെ പാസ് ചെയ്യുമ്പോഴേക്കും അത് പൊട്ടാതിരിക്കണമെങ്കിൽ, ഈ പറയുന്ന ധമനി പൊട്ടാതിരിക്കണമെങ്കിൽ അതിന്റെ ഭിത്തിക്ക് എന്താവണം? നല്ല കട്ടിയും വേണം, ഇലാസ്റ്റികത അത്യാവശ്യം വലിയണം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ധമനിയുടെ പ്രത്യേകതകളാണ് കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തി എന്നുള്ളത്. ഇനിയാണ് സിര. സിരയ്ക്ക് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? കട്ടി കുറഞ്ഞ ഭിത്തിയായിരിക്കും. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ് ഒഴുകുന്നത്. സിരയിലാണ് എന്തുള്ളത്? വാൽവുകൾ കാണപ്പെടുന്ന സിരയിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നു. ഇവിടെ എന്താണ്? ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നു. അപ്പൊ നമുക്കറിയാം
ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രോസസ്സ് അല്ല. പക്ഷേ ഹൃദയത്തിൽ നിന്ന് രക്തം നമ്മൾ മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏകദേശം എന്താണ് ഇവിടെയായിട്ട് നമ്മുടെ ശരീരത്തിന്റെ എന്തുണ്ട്, നമ്മുടെ ഹൃദയമുണ്ട് അല്ലേ. ഈ ഹൃദയത്തിൽ നിന്ന് നമുക്ക് എന്താണ് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മുടെ ഈ വിരലിന്റെ തുമ്പ് വരെ നമുക്ക് എന്തെത്തണം, ബ്ലഡ് എത്തണം. ആ ബ്ലഡ് എത്തണമെങ്കിൽ നല്ല പ്രഷറിൽ വിട്ടാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, ബ്ലഡ് എല്ലായിടത്തേക്കും എത്തുള്ളൂ. അപ്പൊ എന്താണ്, ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്നവരാണ് എന്ത്, ധമനികൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ എന്താണ്, ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നു, അതായത് ഡിയോക്സിനൈ, അതായത് അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു. അതിന് വലിയ പ്രോസസ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് അവിടെ എന്താണ്, വേഗതയും കുറവാണ്, അവിടെ കുറഞ്ഞ മർദ്ദവുമായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ലോമിക എന്ന് പറയുന്നത്. കണ്ടോ, ഈ ധമനി സിരയൊക്കെ കൂടിച്ചേരുന്ന ആ ലോമികകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകതകൾ എന്താണ്, ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയാണ്. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ് ഒഴുകുന്നത്. ഈ ലോമികകളിലെ സുഷിരങ്ങളിലൂടെയാണ് എന്ത് നമ്മൾ പറയാം, ടിഷ്യൂ ദ്രവം അല്ലെ. എന്നാ നമ്മളിവിടെ പറഞ്ഞില്ലേ ടിഷ്യൂ ഫ്ലൂയിഡ് ഊർന്നിറങ്ങുന്നെന്ന് പറഞ്ഞില്ലേ, അത് ഈ പറയുന്ന ലോമികകളിലെ സുഷിരങ്ങളിലൂടെയാണ്. നെക്സ്റ്റ് ആണ് പോർട്ടൽ സിര. എന്താണ് പോർട്ടൽ സിര എന്ന് പറയാം. ചില സിരകൾ ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നുണ്ട്, അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്നു. ഇത്തരം സിരകളാണ് പോർട്ടൽ സിര. കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്താണ് അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന പറയുന്ന പേരെന്ത്, എന്താണ്, പോർട്ടൽ സിരയാണ്. ഇത്തരം ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷകഘടകങ്ങളിലേക്ക് കരളിൽ എത്തിക്കുന്നതാണ് എന്ത്, ഹെപ്പാറ്റിക് പോർട്ടൽ. കണ്ടോ, അവ ഡയറക്റ്റ് ഹൃദയത്തിലേക്കല്ല, അവ എങ്ങോട്ടേക്കാണ്, കരളിലേക്ക് എത്തിക്കുന്നതിനെയാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിര എന്ന് പറയുന്നത്. ഈ പറയുന്ന പോർട്ടൽ സിരയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ആണ് നമ്മുടെ ഹൃദയത്തിന്റെ ജസ്റ്റ് പറയുകയാണ്, കണ്ട, കരളിൽ നിന്നും പോഷക ഘടകങ്ങൾ അടങ്ങിയ രക്തം എവിടെ വഴി, ഹെപ്പാറ്റിക് സിര വഴി ഹൃദയത്തിലേക്ക് എത്തുന്നു. ഓക്കെ, ഒരു അവയവം കണ്ടോ, ഈ പറയുന്ന കരളെന്ന് പറയുന്ന ഒരു അവയവം ഹൃദയം എന്ന് പറയുന്ന അവയവത്തിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് എന്ത് വഴിയാണ്, ഹെപ്പാറ്റിക് സിര വഴിയാണ്. കണ്ടോ, ഇതുവഴിയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ പോർട്ടൽ സിര പറയുന്നത് എന്താണ്, പോഷകഘടകങ്ങൾ വില്ലസിലെ രക്തലോമികളിൽ നിന്ന് പോർട്ടൽ സിര വഴിയാണ് കരളിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ ചെറു ലിംഫ് വാഹികളിൽ നിന്ന് വലിയ ലിംഫ് വാഹികളിലേക്ക് ഹൃദയത്തിലേക്ക് എത്തുന്നു. പോഷകഘടകങ്ങൾ വില്ലസിലെ ലാക്ടിയലിലൂടെ ചെറു ലിംഫ് വാഹികളിലേക്ക് പോകുന്നു. നമ്മൾ പറഞ്ഞു, ലാക്ടിയലിന്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ അറിയേണ്ടത് എന്താണ്, ഈ പറയുന്ന ഹെപ്പാറ്റിക് സിരയാണ് എന്ത് ചെയ്യുന്നത്, കരളിൽ നിന്ന് പോഷകഘടകങ്ങൾ അടങ്ങിയ രക്തത്തെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നതെന്ന്. നെക്സ്റ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്ത്, അമിനോ ആസിഡ്സും ഗ്ലൂക്കോസും ഒക്കെ എന്താകുന്നു, വില്ലസിലെ രക്തലോമികൾ വഴി പോർട്ടൽ സിര വഴിയാണ് എന്ത്, കരളിലെത്തുന്നു. കരൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്, അത് ഹെപ്പാറ്റിക് വെയിൻ വഴി മഹാസിരയിലേക്ക് എത്തുന്നു. അതേപോലെ തന്നെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്ടിയൽ ഗ്രന്ഥികൾ വഴി ലിംഫ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, മഹാസിരയിലേക്ക് എത്തുന്നു. അവിടെ നിന്നാണ് അത് ഹൃദയത്തിലേക്കും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും പോകുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ആണ് പറയുന്നത് ഹൃദയം. ഔരസാശയത്തിൽ അല്പം ഇടത്തോട്ട് ചരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ ഒരു അവയവത്തെ പറയുന്ന പേരാണെന്ത്, ഹൃദയം. എവിടെയാണ്, ഔരസാശയം. അത് നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മുടെ ബോഡിയിൽ ഇവിടെ എന്തുണ്ട്, ഡയഫ്രം ഉണ്ട്. ശ്വാസകോശം ഇവിടെയാണെങ്കിൽ ശ്വാസകോശത്തിന്റെ താഴെയായിട്ട് നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു ഡയഫ്രം ഉണ്ട്. ഈ ഡയഫ്രത്തിന്റെ മുകൾ ഭാഗത്തെ ഔരസാശയം എന്നും താഴ്ഭാഗത്തെ എന്ത് പറയുന്നു, ഉദരാശയം എന്നും പറയുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി എന്താണ് പഠിക്കേണ്ടത്, ഈ പറയുന്ന ഹൃദയത്തെ, ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണമാണ് പ്ലൂറ എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്നതാണ് എന്ത്, പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമാണെന്ത്, പെരികാർഡിയം. ഈ സ്ഥലങ്ങൾക്കിടയിലാണ് പെരികാർഡിയൽ ദ്രവം ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഹൃദയസ്പന്ദനം മൂലം സ്ഥലങ്ങൾക്കിടയിലേക്ക് ഉണ്ടാവുന്ന ഘർഷണബലം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് കണ്ട, ഈ ഔരസാശയത്തിൽ ഈ വാരിയെല്ലുകളുടെയൊക്കെ ഉള്ളിൽ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഹൃദയവും ശ്വാസകോശവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, നെക്സ്റ്റ് ആണ് നമ്മുടെ ഹൃദയത്തിന്റെ അറകളിലൂടെയാണ് പറയുന്നത്. നമുക്കറിയാം ഹൃദയത്തിന് എത്ര അറകളാണുള്ളത്, 4 അറകളാണ് ഹൃദയത്തിനുള്ളത് അല്ലെ. ഏതൊക്കെയാണ്, ഇതിനെയാണ് നമ്മൾ ഇടത് ഏട്രിയം എന്ന് പറയുന്നത്, ലെഫ്റ്റ് ഏട്രിയം. ഇതെന്താണ്, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതേപോലെ റൈറ്റ് ഏട്രിയവും റൈറ്റ് വെൻട്രിക്കിൾ, വലത് ഏട്രിയവും വലത് വെൻട്രിക്കിൾ. ഇങ്ങനെ 4 ഭാഗങ്ങളാണ് എന്തിനുള്ളത്, നമ്മുടെ ഹൃദയത്തിനുള്ളത്. 4 അറകൾ. മനുഷ്യഹൃദയത്തിന് 4 അറകളാണുള്ളത്. ഏതൊക്കെയാണ്, ഇടത് വലത് ഏട്രിയങ്ങളും ഇടത് വലത് വെൻട്രിക്കുകളും. അങ്ങനെ പഠിച്ചാലും മതി. ഇനി നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് ഇതിന്റെ ബ്ലഡിന്റെ ആ ഒരു പാത്താണ് ഈ പറയുന്നത്. ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് ലെഫ്റ്റ് ഏട്രിയത്തെയും അതേപോലെ ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന, അതായത് ഈ ബ്ലഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും, അവിടെ നിന്നാണ് തിരിച്ചു പോകുന്നത്.
എങ്ങോട്ടേക്ക്? ശ്വാസകോശ ധമനി വഴി പോകുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നതാണ് പ്യുവർ ബ്ലഡ് ആയിരിക്കുമേ. നമ്മുടെ ഹൃദയത്തിന്റെ ഇടത്തെ വശം എന്ന് പറഞ്ഞാൽ പ്യുവർ ബ്ലഡും റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപ്യുവർ ബ്ലഡും ആയിരിക്കും വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നമുക്ക് പറയേണ്ടത്? ലെഫ്റ്റ് ഏട്രിയത്തെയും ലെഫ്റ്റ് വെൻട്രിക്കിൾ, അതായത് ഇവിടെ നിന്ന് ബ്ലഡ് ഇങ്ങോട്ടേക്ക് വന്നു, ഇത് തിരിച്ച് ഇങ്ങോട്ടേക്ക് കയറാനും ചാൻസ് ഉണ്ട്. അങ്ങനെ കയറാതിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്താ? ബൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കാം, ബൈക്കസ്പിഡ് എന്താണ്? ഇടത് ഏട്രിയത്തെയും ഇടത് വെൻട്രിക്കിളിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് എന്ത്? ബൈക്കസ്പിഡ് വാൽവ്. അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? വലത് ഏട്രിയത്തെയും വലത് വെൻട്രിക്കിളിനെയും തമ്മിൽ വേർതിരിക്കുന്ന എന്താണ്? ട്രൈക്കസ്പിഡ് വാൽവാണ്. ഇതിൽ നിന്ന് ബ്ലഡ് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ട്രൈക്കസ്പിഡ് വാൽവടയും ബ്ലഡ് തിരിച്ച് ഫ്ലോ ചെയ്യത്തില്ല. അപ്പൊ എന്താണ്? വലത് ഏട്രിയത്തെയും വെൻട്രിക്കിളിനെയും വേർതിരിക്കുന്നത് ട്രൈക്കസ്പിഡ് വാൽവും, ഇടത് ഏട്രിയത്തെയും വെൻട്രിക്കിളിനെയും വേർതിരിക്കുന്നത് ബൈക്കസ്പിഡ് വാൽവാണ്. ഇനി എന്താണ് ഈ പറയുന്ന സെമി ലൂണർ വാൽവ്സ് എന്ന് പറഞ്ഞാൽ? അതായത് ഈ വെൻട്രിക്കിളിൽ നിന്ന് നമുക്കറിയാം ശ്വാസകോശ ധമനിയിലോട്ടും മഹാധമനിയിലോട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ബ്ലഡ് പോകുന്നുണ്ട്. അവയും ഇതേപോലെ തിരിച്ചിറങ്ങാതിരിക്കാനായിട്ടാണ്, അതായത് വെൻട്രിക്കുകളെയും സിരകളെയും ധമനികളെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് സെമി ലൂണാർ വാൽവ്. പണ്ട് ഇതിന് അർദ്ധചന്ദ്രകാര വാൽവ് എന്നൊക്കെയായിരുന്നു നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരുന്നത്. ഇപ്പൊ അതിന് സെമി ലൂണാർ വാൽവ്സ് തന്നെ തരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനിയാണ് എന്താ പറയുന്നത്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രക്തം വൃക്കകൾ മാലിന്യങ്ങളെ അരിച്ചു മാറ്റിയതിനു ശേഷമുള്ളതും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും പോഷകങ്ങളുടെയും അളവ് കൂടിയതും എന്ത് ചെയ്യുന്നുണ്ട്? ശ്വാസകോശത്തിൽ നിന്നുള്ള രക്തം, അതായത് പറയുന്നത് പ്യുവർ ബ്ലഡും ഇംപ്യുവർ ബ്ലഡിന്റെയും കാര്യമാണ് പറയുന്നത്. കണ്ടോ? പോഷകങ്ങളുടെയും ഓക്സിജന്റെയും അളവ് കൂടിയതാണ്. അതായത് നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് സൈഡിൽ എന്താണ്? പ്യുവർ ബ്ലഡ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപ്യുവർ ബ്ലഡ് ആണ് വരുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ഇത് പഠിച്ചാൽ മതി. ഹൃദയസ്പന്ദനം. അതായത് നമുക്കറിയാം 2 ഏട്രിയങ്ങളുണ്ട്, 2 വെൻട്രിക്കിളുണ്ട്. ഏട്രിയം ആക്റ്റീവ് ആകുന്നതിനെയാണ് ഏട്രിയൽ സിസ്റ്റോൾ എന്നും വെൻട്രിക്കുലർ ആക്റ്റീവ് ആകുന്നതിനെയാണ് വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് പറയുന്നു. രണ്ടും എന്താണ്? ഒരു പൂർവാവസ്ഥയിലേക്ക് എത്തുന്നതിനെയാണ് ജോയിന്റ് ഡയസ്റ്റോൾ എന്നും കൂടി പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ശരാശരി ആരോഗ്യമുള്ളൊരു മനുഷ്യന്റെ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് ശരാശരി മിനിറ്റിൽ എത്രയാണ്? 72 തവണയാണ്. ഇനിയാണ് ഇവിടെ എന്താണ്? റൈറ്റ് ഏട്രിയത്തിലാണ് എന്തുള്ളത്? SA നോഡ് അഥവാ പേസ് മേക്കർ ഉള്ളത്. പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഹൃദയപേശികളുടെ താളാത്മകവും സങ്കോചവുമായ പൂർവ്വസ്ഥിതി പ്രാപിക്കലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. ഹൃദയറകളുടെ സങ്കോചനത്തിന് ആവശ്യമായ വൈദ്യുത തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് വലത്തെ ഏട്രിയത്തിലെ എന്താണ്? SA നോഡ് എന്ന ഭാഗമാണ്. ഇതെന്താണ്? പേസ് മേക്കർ എന്നും അറിയപ്പെടുന്നു. ഇതില്ലാത്തവർക്കാണ് എന്ത് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ പേസ് മേക്കർ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ പേസ് മേക്കറിന്റെ സ്ഥാനം എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? വലത് ഏട്രിയത്തിലാണ്. ചിലപ്പോൾ തരാം പേസ് മേക്കറിന്റെ സ്ഥാനം എവിടെയാണ്? വലത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ, 4 ഓപ്ഷൻ തരാം. എവിടെയാണ്? വലത് ഏട്രിയത്തിലാണ് നമ്മുടെ ഈ പറയുന്ന പേസ് മേക്കർ കാണുന്നത്. ഇനിയാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം. നമുക്കറിയാം അല്ലെ, ഈ പറയുന്ന ഇങ്ങനെ നമ്മൾ പറയും ECG എടുത്ത് നോക്കാന്ന് പറയും. ECG എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ ഫോം ഇലക്ട്രോ കാർഡിയോഗ്രാം. അതായത് ഹൃദയത്തിന്റെ സ്പന്ദനത്തെയാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം വെച്ചിട്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് പൾസ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് അല്ലെ, പൾസും ഹൃദയസ്പന്ദനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. അതായത് നമുക്ക് പൾസ് എന്ന് പറയുന്നത് എന്താണ്? ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത് നമുക്കറിയാം ആ ഒരു ഹൃദയത്തിന്റെ മിടിപ്പാണ്. അത് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വേവ് ലൈക്ക് മോഷൻ ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പൾസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു തരംഗ ചലനം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഏകദേശം ഹൃദയസ്പന്ദനം എന്താണോ അത് തന്നെയായിരിക്കും ഈ പറയുന്ന പൾസ്. അതുകൊണ്ടാണ് നമ്മൾ ഹൃദയസ്പന്ദനം അതെന്ത് ചെയ്യുന്നത്? ഈ കൈയുടെ തുമ്പത്തും അതേപോലെ കാലിൽ നമുക്കറിയാൻ പറ്റും, ചെവിയുടെ പുറകിൽ എവിടെയൊക്കെ നമുക്ക് എന്തറിയാൻ പറ്റും? ഈ പറയുന്ന പൾസ് എവിടെ അറിയാൻ പറ്റും. നെക്സ്റ്റ് ഉള്ളതാണ് രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ. ഇവിടെ നമുക്ക് എന്താണ്? ഹൃദയം സങ്കോചിക്കുമ്പോഴും പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോഴും ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് എന്ത്? രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. അതിൽ നമുക്കറിയാം സിസ്റ്റോളും ഉണ്ട്, ഡയസ്റ്റോളും ഉണ്ട്. സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം സങ്കോചിക്കുമ്പോൾ 70 മില്ലി രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. അത് എത്രയാണ്? 120 mmHg ആണ്. ഇതിനെയാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഡയസ്റ്റോളിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഹൃദയം പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ ഏകദേശം 70 മില്ലി രക്തം ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഇതിനെയാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഇത് എത്രയാണ്? 80 mmHg ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ദ്വിപര്യനം അഥവാ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഹൃദയത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് എന്ന് പറയുന്നത് 2 തവണ നമ്മുടെ ഹൃദയത്തിലൂടെ പാസ് ചെയ്തു പോകുന്നുണ്ട്.
അതായത് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ശ്വാസകോശ ധമനി വഴി എന്ത് ചെയ്യുന്നുണ്ട്, ശ്വാസകോശ സിര ശ്വാസകോശത്തിലെത്തി സിരകൾ വഴി ഹൃദയത്തിലേക്ക് എത്തുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, മഹാധമനി വഴി എന്താണ് വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നുണ്ട്. നോക്കാം നമുക്കിവിടെ പൾമണറി. ആദ്യത്തേതാണ് പൾമണറി പരിയനം എന്ന് പറയുന്നത്. എന്താണ് സിസ്റ്റമിക് പരിയനം? ആദ്യത്തെ സിസ്റ്റമിക് പരിയനമാണ്. ഇടത് വെൻട്രിക്കിൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്ന് ആരംഭിച്ച് റൈറ്റ് ഏട്രിയത്തിലേക്ക് അവസാനിക്കുന്നതിനെയാണ് നമ്മൾ പൾമണറി പരിയനം എന്ന് പറയുന്നത്. എങ്കിൽ സിസ്റ്റമിക് പരിയനം എന്താണ്, വലത്ത് വെൻട്രിക്കിൾ നിന്ന് ആരംഭിച്ച് എന്താണ് ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നതിനാണ് പൾമണറി പരിയനം എന്ന് പറയുന്നത്. അതായത് ഈ ബ്ലഡ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിലൂടെ ഹൃദയത്തിലൂടെ 2 തവണ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്താന്ന് പറയുന്നത്, ദ്വിപര്യനം എന്ന് പറയുന്ന ഡബിൾ സർക്കുലേഷൻ ആണെന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് പൾമണറി പരിയനവും സിസ്റ്റമാറ്റിക് പരിയനവും? പൾമണറി പരിയനം എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് എന്താണ്, ഇതാണ് സിസ്റ്റമാറ്റിക്. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ ഇടത് വെൻട്രിക്കിൽ നിന്ന് ആരംഭിച്ചിട്ട് വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. അടുത്ത എന്താണ് പൾമണറി എന്ന് പറയുമ്പോൾ വലത് വെൻട്രിക്കിൽ നിന്ന് ആരംഭിച്ച് ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് എന്താണ് നല്ല വ്യായാമക്കുറവും അതേപോലെ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതെന്ന് പറയുന്നത്. ഇനി ഇവിടെ അറിയേണ്ടത് സെപ്റ്റംബർ 29 എന്താ ലോക ഹൃദയ ദിനം എന്ന് പറയുന്നത്. കൊഴുപ്പടങ്ങിയ ഭക്ഷണം അമിതമായി കഴിക്കുന്നത് ധമനി ഭിത്തിയിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. ഈ അസുഖമാണ് എന്ത്, അതിരോസ്ക്ലീറോസിസ്. എന്താണ് അതിരോസ്ക്ലീറോസിസ്? എന്താണ് കൊഴുപ്പടങ്ങിയ ഭക്ഷണം അമിതമായി കഴിക്കുന്നത് ധമനി ഭിത്തിയിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നു. ഇനി എന്താണ് ഇതിന്റെ ഫലമായി കൊറോണറി ധമനിയിൽ രക്തം കട്ട പിടിക്കും. അപ്പൊ എല്ലാത്തിന്റെയും ബേസിക് കാര്യം എന്താണ്, ഈ പറയുന്ന കൊഴുപ്പടങ്ങിയ ഭക്ഷണമാണ്. അതിനെയാണ് എന്ത് പറയുന്ന, കൊറോണറി ത്രോംബോസിസ് എന്ന് പറയുന്നുണ്ട്. ഇത് പിന്നീട് എന്തുണ്ടാക്കും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും. ഓക്കെ, മനുഷ്യ മസ്തിഷ്കത്തിലെ രക്തക്കുഴലിന് തടസ്സവും രക്തക്കുഴൽ പൊട്ടുന്നതുമാണ് എന്താ, സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി നമ്മുടെ ധമനിയില് കൊഴുപ്പടിഞ്ഞു കൂടുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് അതിരോസ്ക്ലീറോസിസ്. ഇങ്ങനെ കൊഴുപ്പടിഞ്ഞു കൂടുമ്പോഴേക്കും എന്ത് സംഭവിക്കും, ഇവിടെ കൊറോണറി ധമനിയിലൊക്കെ എന്ത് സംഭവിക്കും, രക്തം കട്ടപിടിക്കും. അതിനെയാണ് പറയുന്നത് കൊറോണറി ത്രോംബോസിസ് എന്ന് പറയും. ഇത് പിന്നീട് എന്തിലേക്ക് നമ്മൾ ലീഡ് ചെയ്യും, ഹൃദയാഘാതം വരാൻ കാരണമാകും. അതിനുശേഷം എന്താണ്, അത് രക്തക്കുഴൽ പൊട്ടാനും സ്ട്രോക്ക് വരാനും കാരണമായിട്ട് വരും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ മനുഷ്യന്റെ കാര്യം ഏകദേശം തീർന്നു. ഇനി എന്താണ് നമ്മുടെ ചെടികളുടെ കാര്യമാണ് പറയുന്നത്. ചെടികൾക്ക് നമുക്കറിയാം 2 പാർട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെയാണ്, സൈലോവും ഉണ്ട്, ഫ്ലോയവും ഉണ്ട്. ഇതാണ് പദാർത്ഥ സംവഹനത്തിന് പഠിക്കുന്നത്. ജലവും ലവണങ്ങളും സംവഹനം ചെയ്യുന്നത് സൈലവും, ഉണ്ടാക്കിയ ഫുഡ് ഇലകൾ ഉണ്ടാക്കുന്ന പ്രകാശ സംശ്ലേഷണം വഴി ഇലകൾ ഉണ്ടാക്കുന്ന ഫുഡിനെ സംവഹനം ചെയ്യുന്ന എന്താണ്, ഫ്ലോയവുമാണ്. ഉണ്ടോ, സൈലം ഫ്ലോയം. എന്താണ് ട്രക്കീഡ് എന്ന് പറഞ്ഞാൽ, മൃതകോശങ്ങളാണ്, ഡെഡ് സെൽസ് ആണ് ട്രക്കീഡ്സ്. ഇലകളുടെ ചെറുനരമ്പുകൾ രൂപപ്പെടുന്നു, നീളമുള്ള സ്പിൻഡിലാകൃതിയുള്ളവയാണ് ട്രക്കീഡ്സ് എന്ന് പറയുന്നത്. അടുത്ത വെസൽസ് എന്താണ്, മൃതകോശങ്ങളാണ്. ഉണ്ടോ, അതേപോലെ കുറുകെയുള്ള ഭിത്തികൾ നശിച്ചു പോകുന്നതിനാൽ നീണ്ട പൈപ്പുകൾ പോലെ കാണപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്, വെസൽസ് എന്ന് പറയുന്നത്. ഫ്ലോയത്തിൽ വരുന്ന 2 എന്ത്, സീവ് നാളി ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നു. കുറുകെയുള്ള ഭിത്തിയിലെ സുഷങ്ങളിലൂടെ കോശദ്രവ്യം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ആഹാര തന്മാത്രകൾക്ക് സഞ്ചരിക്കാനായിട്ട് കഴിയും. നെക്സ്റ്റ് ആണ് സഹകോശം അഥവാ കമ്പാനിയൻ സെൽ എന്ന് പറഞ്ഞാൽ സീവ് നാളിയോടൊപ്പം ആഹാര സംവഹനത്തിന് സഹായിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം, നമ്മൾ സഹകോശം എന്ന് പറയാം. അതെവിടെയാണ്, ഫ്ലോയമാണ്. അപ്പൊ ചെടികൾ പ്രകാശ സംശ്ലേഷണം വഴി ഉണ്ടാക്കുന്ന ഫുഡിനെ ചെടികളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഫ്ലോയം. ഇപ്പറയുന്ന മണ്ണിന്റെ അടിയിൽ നിന്ന് ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുത്ത് ഇലകളിലേക്ക് എത്തിക്കുന്നതാണ് എന്ത്, സൈലം എന്ന് പറയുന്നത്. ഉണ്ടോ, ജലസംവഹനം എന്താണ്, സൈലം കുഴലുകളിൽ നിന്ന് ഓസ്മോസിലൂടെ ഇലകളിലെ കോശങ്ങളിലേക്ക് എത്തുന്ന ജലം സസ്യസേചനം വഴി പുറത്തേക്ക്. നോക്കിക്കേ, നമ്മൾ മണ്ണിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നമ്മുടെ ഒരു വേരാണെങ്കിൽ നമ്മൾ മണ്ണിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. നമുക്കറിയാം കോൺസെൻട്രേഷൻ, ഹൈ കോൺസെൻട്രേഷൻ എടുത്തുനിന്ന് ലോ കോൺസെൻട്രേഷൻ വഴി ജലതന്മാത്രകളുടെ ചലനമാണ് എന്ത്, ഓസ്മോസിസ് എന്ന് പറയുന്നത്. നമ്മൾ അതിൽ പറഞ്ഞാണ് ഓസ്മോസിസ് ഉണ്ട്, ഫെസിലിറ്റി ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഡിഫ്യൂഷൻ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ, ഹൈ കോൺസെൻട്രേഷൻ ഗാഢത കൂടിയ സ്ഥലത്ത് നിന്ന് ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്കുള്ള ജലതന്മാത്രകളുടെ ഒഴുക്കിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ എന്താണ് പറയുന്നത്, സസ്യസേചനത്തിലൂടെ ഇലകളിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്ന സൈലം കുഴലുകളിലൂടെയുള്ള ജലത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. ജലതന്മാത്രകളുടെ കൊഹിഷനും അഡീഷനും ബലങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രക്രിയയ്ക്ക് സഹായിക്കുന്നുണ്ട്. ഇതിങ്ങനെ മുകളിലേക്ക് വരണ്ടേ, കയറി ഇലകൾ വരെ എത്തണ്ടേ, അതിന് സഹായിക്കുന്ന ഫോഴ്സുകൾ കൊഹിഷനും അഡീഷനും. കൊഹിഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്,
കൊഹിഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ബലത്തെയാണ് കൊഹിഷൻ എന്ന് പറയുന്നത്. ഇനി അഡിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അഡിഷൻ എന്താണ്? വ്യത്യസ്ത ഇനം തന്മാത്രകൾ, വ്യത്യസ്ത ഇനം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അട ഉണ്ടാക്കുമ്പോൾ എന്താണ്? പുറമെ മാവുണ്ട്, ഉള്ളിലുണ്ട് എന്തൊക്കെയുണ്ട്? ശർക്കരയുണ്ട്, തേങ്ങയുണ്ട്, അല്ലെങ്കിൽ പഞ്ചസാരയുണ്ട്, പല പല തന്മാത്രകളാണ്. അപ്പൊ എന്താണ്? വ്യത്യസ്ത ഇനം തന്മാത്രകളാണെങ്കിൽ അത് അഡിഷൻ ഫോഴ്സും, ഒരേ ഇനം തന്മാത്രകളാണെങ്കിൽ അത് കൊഹിഷൻ ഫോഴ്സും ആണ്. നെക്സ്റ്റ് ആണ് ഓസ്മോസിസ് മൂലം ജലം വേരുകളിലേക്ക്, കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. സൈലം കുഴലിലെത്തുന്ന ജലത്തിന്റെ ഉയർച്ചയ്ക്ക് റൂട്ട് പ്രഷറും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റൂട്ട് പ്രഷറും ഒരു പരിധിവരെ ഈ പറയുന്ന ജലത്തെ മുകളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ആഹാര സംവഹനം. അപ്പൊ നമ്മൾ ജലവും ലവണങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി എന്താണ്? ആഹാരത്തെ എത്തിക്കണ്ടേ, ഫ്ലോയത്തിന്റെ കാര്യം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ഗ്ലൂക്കോസിനെ സുക്രോസിന്റെ രൂപത്തിൽ എങ്ങോട്ടേക്ക്? സീവ് നാളികളിലേക്ക് ഊർജം ഉപയോഗിച്ച് കടത്തുന്നു. സീവ് നാളികളിലെ സുക്രോസിന്റെ ഉയർന്ന ഗാഢത അടുത്തുള്ള സൈലം കുഴലുകളിൽ നിന്ന് ജലം അവിടേക്ക് പ്രവേശിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. തന്മൂലം ഉണ്ടാകുന്ന എന്താണ്? ടർഗർ പ്രഷറാണ് സീവ് നാളികളിലൂടെയുള്ള സുക്രോസിന്റെ സംവഹനത്തെ സാധ്യമാക്കുന്നത്. ഈ പറയുന്ന ടർഗർ പ്രഷറാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? കോശങ്ങളിലേക്ക് സുക്രോസ് പ്രവേശിക്കുന്നുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. പിന്നെ ഉള്ളത് കണ്ടോ, നമുക്കറിയാവുന്ന ഒരു പ്രോസസ്സാണ്. അതിരാവിലെ എണീക്കുമ്പോഴേക്കും എന്താണ്? സസ്യങ്ങളുടെ ഇലകളുടെ അരികുകളൊക്കെ തങ്ങി നിൽക്കുന്ന ജലകണികൾ. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ് എന്ന് ചോദിക്കാറുണ്ട്. എന്താണ്? ഗട്ടേഷൻ എന്ന് പറയും. ഗട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രി കാലങ്ങളിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നില്ല? പ്രകാശ സംശ്ലേഷണം സംഭവിക്കുന്നില്ല. അപ്പൊ ഇവർ വലിച്ചെടുക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുത്തെ ഹൈഡാത്തോഡ് എന്ന് പറയും. ഹൈഡാത്തോഡ് എന്ന് പറയുന്നത് സ്റ്റൊമാറ്റോ വഴിയല്ല പുറന്തള്ളപ്പെടുന്നത്. ഹൈഡാത്തോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൂടി ഈ വെള്ളത്തെ പുറന്തള്ളപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ ഗട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ചാപ്റ്ററിൽ വീണ്ടും കാണാം. താങ്ക്